ഏറെ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. അതെ, നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പുലിക്കളി ഈ പറയുന്ന എംഒ റോഡിന്റെ അവിടുന്ന് തുടക്കം ഫ്ലാഗ് ഓഫ് നടക്കും. ഏകദേശം നമ്മളാരും പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ വലിയ 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 തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പ്രാവശ്യമുണ്ട്. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ കാണാത്ത വയറുകൾ, ഏറ്റവും വലിയ വയറുള്ളവരെ തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരു ദിവസം ഇന്നാണ്. ഇന്ന് വയർ കൂടുതലുള്ള പുലികളെ കാണാം, കുഞ്ഞും പുലികളെ കാണാം, പെൺപുലികളെ കാണാം, പുലികളെ കാണാം. അങ്ങനെ വിവിധ തരം പുലികളെ കാണാൻ പറ്റുന്ന ഒരു ദിവസം. ലോകത്തിലെ ഒരു സ്ഥലത്തും 500 പുലികൾ ഒരുമിച്ചിറങ്ങില്ല. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് സ്വരാജ് റൗണ്ടിൽ കാണുന്നത് ഈ ലോകത്ത് ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ജനങ്ങൾ ഒഴുകിയെത്തുന്നു. തൃശ്ശൂർ പൂരം നമ്മുടെ സ്വയം അഹങ്കാരമാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളി. അതില്ലാതെ ഓണമില്ല. ഇന്ന് ഇതോടുകൂടിയാണ് മലയാളികളായ തൃശ്ശൂർക്കാർ ഇന്ന് നമ്മുടെ ഓണം അവസാനിപ്പിക്കുന്നത്. അതിന്റെ അവസാനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാവരും പുലിയുടെ ആരോഗ്യത്തിലാണ്. ഇവിടെ എല്ലാവരും പുലികളാണ്. മന്ത്രി ഒരു പുലിയാ, കളക്ടർ പുലിയാണ്, അതുപോലെ ഞാനും പുലിയാണ്, കൗൺസിലർമാരും മുഴുവൻ പുലികളാണ്. ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ പുലികളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ പുലികൾക്കും ഒറ്റ വാക്കേ ഉള്ളൂ, എല്ലാവരും ആസ്വദിക്കുക. ഓക്കെ, എന്തായാലും ഇതൊരു പരിച്ഛേദമാണ്, തൃശ്ശൂരിന്റെ പരിച്ഛേദമാണ് നമുക്ക് ഈ തെക്കേ ഗോപുരത്തിൽ കാണാൻ കഴിയുന്നത്. അതാണ് അല്പസമയത്തിനകം തന്നെ തെക്കേ ഗോപുരനടയിൽ നിന്ന് പുലിക്കളി ഫ്ലാഗ് ഓഫ് ചെയ്യും. സംയുക്തമായി മന്ത്രിമാരും MLA-മാരും മേയറും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അതോടെ പൂർണ്ണമായും പുലികളുടെ നിയന്ത്രണത്തിലായി മാറും തൃശ്ശൂർ നഗരം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.